സമീപ ആഴ്ചകളിൽ യുഎസും ഇസ്രായേലും നടത്തിയ സൈനിക ആക്രമണങ്ങൾ ഇറാന് പിടിച്ചുലച്ചു. നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ പ്രധാന നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. സർക്കാർ ശക്തമായ നിരീക്ഷണം, കൂട്ട അറസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ ഭീഷണിയായി കരുതപ്പെടുന്ന ആർക്കുമെതിരെ നടപടി സ്വീകരിക്കൽ എന്നിവയിലൂടെ പ്രതികരിച്ചു. ദൈനംദിന ജീവിതം ഉത്കണ്ഠ, ക്ഷാമം, അനിശ്ചിതത്വം എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഭൂഗർഭ പള്ളികളിൽ ഒന്നാണ് ഇറാൻ. ഭയവും പ്രയാസവും ഉണ്ടായിരുന്നിട്ടും ഇറാനിയൻ വിശ്വാസികൾ വിശ്വസ്തരായി തുടരുന്നു. അവരുടെ ഭാവിക്കായി ദൈവത്തെ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊരു ദുഷ്കരമായ സമയമാണ്. പല അംഗങ്ങൾക്കും ഈ പ്രദേശങ്ങളിൽ കുടുംബങ്ങളുണ്ട്. രാജ്യം ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല അവിടെ ഞങ്ങൾക്ക് അറിയാവുന്ന നിരവധി ആളുകളുടെ സംരക്ഷണത്തിനും വേണ്ടി ചിലർ പലായനം ചെയ്യുന്നു. നിരവധി സ്റ്റോറുകൾ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ സഹോദരന്മാർ ദൈവസേവനത്തിൽ വിശ്വസ്തരാണ്. ഇന്ന് ഇറാനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. അക്രമ ഭീഷണിയും വർദ്ധിച്ച സർക്കാർ പരിശോധനയും നേരിടുമ്പോൾ ഇറാനിയൻ ക്രിസ്ത്യാനികളെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ഒത്തുകൂടുന്നതിനോ ഒരു ബൈബിൾ സ്വന്തമാക്കുന്നതിനോ യേശുവിന്റെ അനുയായികളായി അറിയപ്പെടുന്നതിനോ വേണ്ടി മാത്രം പല വിശ്വാസികളും അപകടത്തിലാണ്. പലായനം ചെയ്തവർക്കും അവശേഷിക്കുന്നവർക്കും സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുക. ഭൂഗർഭ സഭാ നേതാക്കൾ എല്ലാ ദിവസവും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. എങ്ങനെ ഒത്തുകൂടാം, അവരുടെ കമ്മ്യൂണിറ്റികളെ എങ്ങനെ പിന്തുണയ്ക്കാം, എല്ലായിടത്തും നിരീക്ഷണം ഉള്ളപ്പോൾ എങ്ങനെ ബന്ധം നിലനിർത്താം. രഹസ്യമായി ആട്ടിൻകൂട്ടത്തെ മേയിക്കുമ്പോൾ ദൈവം അവർക്ക് ധൈര്യവും വിവേകവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇറാനിലെ ജനങ്ങൾ യുദ്ധത്തിലും അടിച്ചമർത്തലിലും മടുത്തിരിക്കുന്നു. അക്രമം അവസാനിപ്പിക്കാനും രാജ്യത്തുടനീളമുള്ള രോഗശാന്തിക്കും ആത്മീയവും രാഷ്ട്രീയവുമായ ശാശ്വത സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾക്കും അയൽപ്പക്കങ്ങൾക്കും മുഴുവൻ രാജ്യത്തിനും സമാധാനം നൽകാൻ ദൈവത്തോട് അപേക്ഷിക്കുക. ഇറാനിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളോടൊപ്പം നിൽക്കുക.